തൃത്താല എസ്ഐയെ കാറിടിച്ച കേസിൽ ഒരാൾ കൂടി പിടിയിൽ. ഒറ്റപ്പാലം സ്വദേശി അജേഷാണ് പിടിയിലായത്. വാഹനമിടിച്ച് കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് എഫ്ഐആറിൽ പറയുന്നത്. കാറിലിരുന്ന് മദ്യപിക്കുകയാണെന്ന് പ്രതികൾ മൊഴി നൽകി. കൂടുതൽ വിവരങ്ങൾ നൽകാനായി പാലക്കാട് നിന്ന് ആഷിഖ് റഹ്മാൻ ചേരുന്നുണ്ട്. ആഷിഖ്, ആരാണ് ഇപ്പോൾ പോലീസ് പിടിയിലായിരിക്കുന്നത്? ഒപ്പം തന്നെ എഫ്ഐആറിലെ വിവരങ്ങൾ എന്താണ്? ഒറ്റപ്പാലം സ്വദേശി അജീഷാണ് പിടിയിലായത്. അജീഷിന് തൃശ്ശൂരിൽ നിന്നാണ് പിടികൂടിയത്. കഴിഞ്ഞ ദിവസം ഈ എസ് ഐ കൊലപ്രതിഷേധ ശ്രമിച്ച കേസിൽ കാറിൽ ഈ മുഖ്യപ്രതിയായ അലിന്റെ കൂടെ കാറിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് അജീഷ്. ഈ സംഭവം നടന്നതിന് പിന്നാലെ രക്ഷപ്പെടുകയായിരുന്നു. അദ്ദേഹത്തെ ഇന്നലെ തൃശ്ശൂരിൽ നിന്നാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട എഫ്ഐആറും പുറത്തു വന്നിരിക്കുന്നു. ഈ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടുകൂടി കാർ ഇടിച്ചു കയറ്റി എന്നാണ് എഫ്ഐആറിലും പറയുന്നത്. ഈ സംഭവമായിട്ട് പോലീസ് അവിടേക്ക് എത്തിയ സമയത്ത് പോലീസുകാർക്ക് നേരെ ആക്രോശിച്ച പ്രതികൾ നിന്നെ ഞാൻ കൊല്ലുമട എന്ന് പറഞ്ഞെന്നും എഫ്ഐആറിൽ പറയുന്നുണ്ട്. ശേഷം പോലീസുകാരനെ വണ്ടി ഇടിച്ചിട്ട ശേഷം ശരീരത്തിലൂടെ വാഹനം കയറ്റിയെന്നും പറയുന്നുണ്ട്. എന്തായാലും ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ എഫ്ഐആറിൽ പറയുന്നത്. കൊലപാതക ശ്രമത്തിനും അതേപോലെ ജോലി തടസ്സപ്പെടുത്തി എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് 2 പ്രതികൾ ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വാഹനത്തിന്റെ ഉടമ അഭിലാഷിനെയും നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. എന്തായാലും ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഈ ഒരു കാര്യം പുറത്തായിരിക്കുന്നത്. പ്രതികൾ പറഞ്ഞൊരു കാര്യം, തങ്ങൾ ഇത്തരത്തിൽ മദ്യപിക്കാൻ വേണ്ടിയാണ് ഈ ഒരു പുഴയോരത്ത് നിന്നെന്നാണ് പറയുന്നത്. പോലീസ് വന്ന സമയത്ത് തങ്ങൾ പെട്ടെന്ന് പരിഭ്രാന്തരായി. ആ പരിഭ്രാന്തിയിൽ ഞങ്ങൾ പെട്ടെന്ന് വണ്ടിയെടുത്ത് മുന്നോട്ട് പോയ സമയത്ത് ഈ പോലീസുകാരെ ഇടിച്ചു എന്നൊരു വാദമാണ് പോലീസിനോട് പറഞ്ഞത്. പക്ഷേ പോലീസ് ഈ മൊഴി എത്രത്തോളം മുഖവിലേക്ക് എടുത്തു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം മദ്യപിക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ പോലീസുകാരൻ നേരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തലോ അല്ലെങ്കിൽ ഈ പോലീസുകാരൻ നേരെ വാഹനം ഇടിച്ച് കയറ്റേണ്ട ഒരു സാഹചര്യമോ നിലവിലില്ല. അതിനും അത്ര വലിയ കുറ്റവുമല്ല. ഒരുപക്ഷെ ചെറിയ കേസിൽ മാത്രം ഒതുങ്ങേണ്ട ഒരു കാര്യമാണ്. പക്ഷേ പ്രതികൾ മറ്റെന്തോ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നു എന്നൊരു സംശയം പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഈ മൊഴി കാര്യമായി ഗൗരവത്തിലെടുക്കാത്തത്. എന്തായാലും ഈ 2 പ്രതികൾ ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. ഇവരുടെ ചോദ്യം ചെയ്യലും മറ്റ് നടപടികളും പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം കസ്റ്റഡിയിൽ വാങ്ങിക്കൊണ്ട് കൂടുതൽ ചോദ്യം ചെയ്യും. കൊലപാതക ശ്രമം ഉൾപ്പെടുത്തിയോടുകൂടി തന്നെ ഇനി ജാമ്യത്തിൽ വയ്ക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെ എന്തായിരുന്നു ഇവരുടെ ഉദ്ദേശശുദ്ധി എന്ന് എസ്ഐയുടെ ആരോഗ്യനില സംബന്ധിച്ച് എന്തെങ്കിലും വിവരം ലഭ്യമാണോ? എസ് ഐ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ ഭേദപ്പെട്ടെന്നാണ് പോലീസ് അറിയിക്കുന്നത്. അദ്ദേഹത്തിന്റെ ശരീരത്തിലൂടെ കാർ കയറി ഇറങ്ങിപ്പോലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മോശമാണ്. അദ്ദേഹത്തെ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. പരിക്ക് ഗുരുതരമല്ല. അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ വിവിധയിടങ്ങളിൽ ചില പരിക്കുകൾ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം സംസാരിക്കാൻ കഴിയുന്നുണ്ട്, എഴുന്നേറ്റ് ഇരിക്കാനൊക്കെ കഴിയുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി ഭേദപ്പെട്ടെന്നാണ് ആശുപത്രി അധികൃതരും അറിയിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം, ഒരു എസ് ഐയുടെ ഒരു കൃത്യനിർവഹണത്തിന് പോയ എസ് ഐയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും അതുപോലെ ഈ എസ് ഐയെ വാഹനം ഇടിച്ച് തെറിപ്പിച്ച് നിലത്തിടുകയും ശേഷം അതിന്റെ ശരീരത്തിന് മുകളിലൂടെ വാഹനം കയറ്റി എന്നുള്ള ഗുരുതര ആരോപണം നിലനിൽക്കുകയാണ്. ഈ പ്രതികൾ ഇത്തരത്തിൽ ഞങ്ങൾ മദ്യപിച്ച് നിൽക്കുന്ന സമയത്ത് പോലീസ് വന്നതുകൊണ്ട് അബദ്ധത്തിൽ വണ്ടിയെടുത്താണെന്നുള്ളൊരു വാദം ഉയർത്തിയത്. അത് പോലീസ് വിശ്വാസത്തിലെടുത്തില്ല. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സിഐയെ കാറിടിച്ച കേസിലാണ് ഇപ്പോൾ ഒരാൾ കൂടി പിടിയിലായിരിക്കുന്നത്. ഒറ്റപ്പാലം സ്വദേശി അജീഷാണ് പോലീസ് പിടിയിലായത്. വിവരങ്ങളാണ് പാലക്കാട് നിന്ന് ആഷിഖ് റഹ്മാൻ നൽകിയത്.